കുന്നമംഗലം ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ക്ഷീര കർഷക സംഗമം നടന്നു. കുന്നമംഗലം വ്യാപാര ഭവനിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമാദേവി ഉദ്ഘാടനം ചെയ്തു. പാലുൽപാദനത്തിന്റെ കാര്യത്തിൽ ചൈന ഒന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഇന്ത്യ രണ്ടാം സ്ഥാനമാണ് അലങ്കരിക്കുന്നത്. എന്നാൽ പാലുൽപാദിപ്പിക്കുന്ന മൃഗങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ ഒന്നാം സ്ഥാനത്താണ്. ഇതിന്റെ അർത്ഥം നമ്മുടെ മൃഗസമ്പത്ത് മുഴുവൻ ഫലപ്രദമായി ഉപയോഗിക്കുവാൻ നമുക്ക് കഴിയുന്നില്ലെന്നതാണ്. ഈ പശ്ചാത്തലത്തിലാണ് കുന്നമംഗലം ക്ഷീരവ്യവസായ സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ക്ഷീര കർഷക സംഘവും സംഘടിപ്പിച്ചത്. കുന്നമംഗലം വ്യാപാര ഭവനിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമാദേവി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. എന്നാലും ഞങ്ങൾക്ക് ഒഴിവാക്കാൻ തോന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളെ പറയുകയാണ്, കഴിഞ്ഞ ദിവസം നമ്മളെ കണ്ണോള അമ്പലത്തിലേക്ക് ഈ പഞ്ചഗവ്യം വേണ്ടിയിരുന്നു. അപ്പൊ എന്നോട് ഒരു സ്ത്രീ വിളിച്ചെന്നോട് ചോദിച്ചു, പ്രസിഡന്റ് വീട്ടിൽ നിന്ന് ഇങ്ങനെ കാണാൻ തരുമോ? 4:30 മണിക്ക് ഞങ്ങൾക്ക് വേണം അമ്പലത്തിലേക്ക്. ഞാൻ ആയിക്കോട്ടെ തരാം അമ്പലത്തിലേക്ക്. VP ഗോപാലൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ T വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. സംഘം ഉൽപാദകരുടെ കുട്ടികളിൽ വിവിധ പരീക്ഷയിൽ മികച്ച വിജയം നേടിയവർക്കും പാലുൽപാദനത്തിന്റെ വിവിധ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്കും ക്യാഷ് അവാർഡുകളും സമ്മാനങ്ങളും വിതരണം ചെയ്തു. തുടർന്ന് പാലുൽപാദനവും ഗുണനിലവാരവും, ശുദ്ധമായ പാലുൽപാദനം, പാലിന്റെ വിലനിർണ്ണയം എന്നീ വിഷയങ്ങളിൽ ജോഷി ജോസഫ്, വർക്കി തോമസ്, രജിമോൾ ജോർജ് തുടങ്ങിയവർ ക്ലാസുകളെടുത്തു. ഇതോടനുബന്ധിച്ച് ഈ വർഷത്തെ ബോണസ് വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, കുന്നമംഗലം.